ഇടത് സർക്കാർ മദ്യമൊഴുക്കൽ നയത്തിൽ നിന്നും പിന്തിരിയണം. മദ്യനിയന്ത്രണാധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും തിരികെ നൽകണം. UDF ഉൾപ്പെടെയുള്ള മുന്നണികൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മദ്യനിരോധനം ഉൾപ്പെടുത്തണം. കേരള മദ്യനിരോധന സമിതി. ഇടത് സർക്കാരിന്റെ മദ്യം ഒഴുക്കൽ നയം മൂലം സംസ്ഥാനത്ത് മദ്യ ഉപയോഗം ഭയാനകമാം വിധം വർദ്ധിച്ചുവരികയാണെന്നും സാമൂഹ്യ നന്മയെ കരുതി സാമൂഹ്യ വിരുദ്ധമായ ഈ മദ്യനയം തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭരണം ലഭിച്ചാൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നതാണ് LDF. ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ നിലവിലുള്ളതിനേക്കാൾ ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ വിൽക്കില്ല എന്നതായിരുന്നു ഇടതുപക്ഷ നേതാക്കൾ പൊതു തിരഞ്ഞെടുപ്പ് സമയത്ത് വേദികൾ തോറും പ്രസംഗിച്ചത്. എന്നാൽ ഭരണം കയ്യിലെത്തിയതോടെ മുൻപ് പറഞ്ഞതെല്ലാം അവഗണിച്ച LDF നേതാക്കൾ സർക്കാരിന്റെയും പാർട്ടിയുടെയും ധനസമാഹരണത്തിനുള്ള മുഖ്യ മാർഗമായി ബാർ ലൈസൻസ് നൽകലിനെ മാറ്റി. പിണറായി സർക്കാർ അധികാരമേറ്റ 2016 ആകെ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 900-ലധികം ബാറുകളുണ്ട്. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ IT പാർക്കുകളിൽ കൂടി ബാർ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ വീടുകളും തെരുവും തൊഴിലിടങ്ങളുമെല്ലാം മദ്യത്തിൽ മുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പരസ്യം നൽകിയവർ അധികാരം ലഭിച്ചപ്പോൾ തുരുതുര ബാറുകൾ തുറക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ഇറങ്ങുന്നത് വിരോധാഭാസമാണ്. തോന്നുന്നിടത്തൊക്കെ മദ്യശാലകൾ തുറക്കുന്നതിന് തടസ്സമാകും എന്നതുകൊണ്ടാണ് അധികാരം ലഭിച്ച ഉടനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിയന്ത്രണാധികാരം ഈ സർക്കാർ അട്ടിമറിച്ചത്. പഞ്ചായത്ത് രാജ് ആക്ടിലെ 232, 447 വകുപ്പുകൾ പ്രകാരമുള്ള മദ്യനിയന്ത്രണാധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകണം എന്ന് യോഗം ആവശ്യപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മദ്യനിരോധനം ഏർപ്പെടുത്തിയതും അത് അട്ടിമറിക്കാനുള്ള നീക്കത്തെ ജനാധിപത്യത്തിലൂടെ തന്നെ ചെറുത്തു തോൽപ്പിച്ചതും ഉത്തമ മാതൃകയാണെന്ന് വിലയിരുത്തിയ യോഗം ഇത്തരത്തിൽ കേരള സർക്കാരും മദ്യം നിരോധിച്ച് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലഹരി നിരോധനം കൊണ്ടുവരാൻ തയ്യാറാകണമെന്നും UDF ഉൾപ്പെടെയുള്ള മുന്നണികൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ മദ്യനിരോധനം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മദ്യവിരുദ്ധ പ്രവർത്തനം സമൂഹത്തിന്റെ അടിത്തട്ടിൽ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. സമ്പൂർണ്ണ ലഹരി വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ഗുരുദേവ സന്ദേശങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മോഹനകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിലയോടി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി AK സുൽത്താൻ, കൺവീനർ PV സഹദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M. മുഹമ്മദ് ബഷീർ, ജില്ലാ സെക്രട്ടറി ശിവദാസൻ R, ജില്ലാ ട്രഷറർ ശ്രീനാഥ് PB, മറ്റു ജില്ലാ ഭാരവാഹികളായ അക്ബർ ബാദുഷ H, M. ശാന്തി, റെയ്മണ്ട് ആന്റണി, A. യൂസഫ് മാസ്റ്റർ, അലനല്ലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു.